വീക്ഷിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യും. യേശു ക്രിസ്തുവിന്റെ വളർച്ച, ബാല്യകാലം, യൗവനകാലം ഇവയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം നാം പരിശോധിച്ചത്. ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലെ ഒരു പ്രധാന പ്രശ്നം, പരിഗണിക്കേണ്ട ഒരു അടിയന്തരമായ കാര്യം, നമ്മുടെ കുട്ടികളുടെ ആത്മീക വളർച്ചയിൽ നാം എത്രത്തോളം ശ്രദ്ധിക്കുന്നു. അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ അത്യധ്വാനം ചെയ്യുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം. പക്ഷെ അവരുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി എന്താണ് വാസ്തവത്തിൽ നാം ചെയ്യുന്നത്? അതുപോലെ ഈ യൗവനക്കാരിൽ സഭയുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? സഭയിൽ അവർ സജീവമാണോ? സഭാപ്രവർത്തനങ്ങളിൽ, സഭയുടെ ആരാധനകളിൽ അവർ സജീവമായി പങ്കെടുക്കുന്നുണ്ടോ? സഭയോടുള്ള അവരുടെ മനോഭാവം എന്താണ്? നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അവർക്കറിയാമോ? അവർ വിശ്വസിക്കുകയും പാലിക്കുകയും ചെയ്യുന്നുണ്ടോ? എന്നിത്യാദി കാര്യങ്ങൾ നാം ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഏതൊരു കുട്ടിയുടെയും വളർച്ചയ്ക്ക് പ്രധാനമായിട്ട് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് അവരുടെ പിതൃപാരമ്പര്യം, അതായത് അവരുടെ ഹെറിഡിറ്ററി. രണ്ടാമത്തെ ഘടകം അവരുടെ വളരുന്ന പശ്ചാത്തലം, അവരുടെ എൻവയറമെന്റ്. ഈ 2 ഘടകങ്ങളാണ് ആളത്വ വികാസത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്നത്. ഹെറിഡിറ്ററി നന്മകൾക്ക് ജന്മസിദ്ധമായി നമുക്ക് കിട്ടുന്നതാണ്. അതേസമയം വളരുന്ന പശ്ചാത്തലം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. നമ്മുടെ ഈ ആത്മീക പരിഗണന നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, യൗവനക്കാരെ സംബന്ധിച്ചിടത്തോളം നാം വയ്ക്കുമ്പോൾ അതിന് പറ്റിയ പരിതസ്ഥിതികൾ, അന്തരീക്ഷം നാം സൃഷ്ടിക്കണം. അതിൽ ഏറ്റവും പ്രധാനമായ സ്ഥാനം ഭവനത്തിനാണ്, കുട്ടിയുടെ സ്വന്തം ഭവനത്തിനാണ്. കുട്ടി ജനിച്ചത് ഒരു പക്ഷേ ആശുപത്രിയിലായിരിക്കാം, പക്ഷെ ജനിച്ച അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് വീട്ടിൽ കൊണ്ടുവന്നു. കുട്ടി സ്കൂളിൽ പോകുന്നത് വരെ വീട്ടിലാണ് വളരുന്നത്. ഒരു 3-4 വയസ്സ് കഴിഞ്ഞിട്ടാണ് കുട്ടി സ്കൂളിൽ പോകുന്നത്. അതുവരെ ആ കുട്ടിയുടെ മൊത്തം എൻവയറമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഭവനമാണ്. ആ ഭവനത്തിൽ അമ്മ, അപ്പൻ, മൂത്ത സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവർ, ഭവനത്തിൽ വല്യപ്പനോ വല്യമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ, അങ്ങനെ ആ വീട്ടിൽ ആരുണ്ടോ ആ വീടാണ് അവരുടെ പ്രാഥമികമായ ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചാത്തലം. കുട്ടി ജനിച്ച ദിവസം മുതൽ കുട്ടി പഠിക്കുകയാണ്. ഏത് കുഞ്ഞിന്റെയും മനസ്സിനെ മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത് അതൊരു വെള്ള പേപ്പർ പോലെയാണ് എന്നാണ്. ടാബുല റാസ, വൈറ്റ് പേപ്പർ. അതിൽ എന്തും എഴുതാം. എഴുതിയാൽ പിന്നെ മനസ്സിൽ എഴുതിയത് മായ്ക്കാൻ പറ്റില്ല. അങ്ങനെ കുട്ടി ജനിച്ച ദിവസം മുതൽ കുട്ടി പഠിക്കുകയാണ്, കണ്ടു പഠിക്കുകയാണ്, കേട്ട് പഠിക്കുകയാണ്. വീട്ടിൽ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, വാക്കുകൾ, അതിലെ പ്രവൃത്തികൾ, ആളുകളുടെ മനോഭാവങ്ങൾ, മുഖഭാവങ്ങൾ, ശരീരഭാഷ, ഇതിലൂടെയെല്ലാം ഏത് കുഞ്ഞും വിദ്യാഭ്യാസം ചെയ്യുകയാണ്. അത് ആദ്യം കേൾക്കുന്ന വാക്കുകൾ അമ്മയുടെ വാക്കുകളാണ്, വീട്ടിൽ അപ്പൻ്റെയും മറ്റുള്ളവരുടെയും വാക്കുകളാണ്. 3 വയസ്സാവുമ്പോഴത്തേക്കും ഒരു കുട്ടിയുടെ വൊക്കാബുലറി, അതായത് അതിൻ്റെ ഭാഷ, അതിൻ്റെ വാക്കുകൾ ഏറെക്കുറെ പൂർത്തിയാവും. പിന്നെ വലിയ വലിയ വാക്കുകളും മറ്റും സ്കൂളിൽ പോയി പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 3 വയസ്സുള്ള കുഞ്ഞിനോട് നിങ്ങൾ വീട്ടിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് മനസ്സിലാവും. അപ്പം അതിൻ്റെ അർത്ഥം, അതിന് വൊക്കാബുലറി, അതിൻ്റെ ഭാഷ അതോടെ
ഏറെക്കുറെ പൂർത്തിയായി എന്നാണ്. അപ്പൊ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം നിങ്ങളുടെ ഭവനമാണ്. നിങ്ങളുടെ ഭവനത്തിൽ പഠിച്ചതാണ് ആ കുട്ടിയുടെ മനസ്സിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ ആ ഭവനത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് ഇവിടെ ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. വചനവും പറയുന്നു, സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. യേശുക്രിസ്തുവിന്റെ ഭവന പശ്ചാത്തലം എന്താണ് എന്ന് കൂടി നാം ഒന്ന് പരിശോധിക്കാം. യേശുക്രിസ്തുവിന് നല്ല ഒരു ഭവന പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. യേശുക്രിസ്തുവിന്റെ മാതാവ് മറിയ, മറിയയുടെ ഭർത്താവായ യോസഫ് മറിയയെ ചേർത്തുകൊണ്ട് അവർ ഒന്നിച്ച് പാർത്തു, ഒന്നിച്ച് യേശുവിനെ വളർത്തി. യോസഫ് യേശുവിന്റെ അപ്പനല്ല എങ്കിലും തൻ്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്റ്റെപ്പ് ഫാദറായി യോസഫ് കുടുംബത്തിന് ഉത്തരവാദിത്തമെടുത്ത് അതൊരു ഭവനമായി, കുടുംബമായി ഈ കുട്ടിയെ വളർത്തി. ഈ അപ്പനും അമ്മയ്ക്കും ഈ കുട്ടി ആരാണ് എന്ന് നല്ല പോലെ അറിയാമായിരുന്നു. പ്രത്യേകിച്ച് മറിയെ നാം പരിശോധിക്കുക. മറിയാണല്ലോ അമ്മ. ഈ ശിശു ആരാണ് എന്നുള്ള വിവിധ വിഷയങ്ങൾ മറിയ അറിഞ്ഞു. മറിയ അവ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ദൂതൻ വന്ന് നേരിട്ട് മറിയോട് പറഞ്ഞ വാക്കുകളുണ്ട്, അതെല്ലാം മറിയ കേട്ടു. ദൂതൻ വന്ന് യോസഫിനോട് പറഞ്ഞ വാക്കുകളുണ്ട്, ആ വാക്കുകൾ നിശ്ചയമായും യോസഫ് മറിയോട് പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ ജനനത്തിങ്കൽ ദൂതന്മാർ ഈ വിവരം ആട്ടിടയന്മാർക്ക് പ്രഖ്യാപിച്ചു. ആട്ടിടയന്മാർ വന്ന് ഈ വിവരം മറിയയോടും യോസഫിനോടും പറഞ്ഞു. വിദ്വാൻമാർ നക്ഷത്രം കണ്ടുകൊണ്ട് യേശുവിനെ അന്വേഷിച്ച് നമസ്കരിക്കാൻ വന്നു. വിദ്വാൻമാർ കണ്ട വിവരവും അവരോട് പറഞ്ഞു. മറിയ ഗർഭിണിയായ ശേഷം ചാർച്ചക്കാരത്തിയായ എലിസബത്തിന്റെ വീട്ടിൽ ചെന്നു. എലിസബത്ത് അപ്പോൾ പറഞ്ഞ കുറെ വാക്കുകളുണ്ട് ഈ ജനിക്കാൻ പോകുന്ന ശിശുവിനെ സംബന്ധിച്ചു. അതും മറിയ കേട്ടു. ഈ കുഞ്ഞിനെ കൊണ്ട് ദൈവാലയത്തിൽ സമർപ്പിക്കാൻ പോയപ്പോൾ ശിമ്യോൻ എന്ന ഭക്തനായ മനുഷ്യൻ ഈ കുഞ്ഞിനെ കൈരണ്ടി പറഞ്ഞ വാക്കുകൾ മറിയ കേട്ടു. അടുത്തു നിന്ന് വൃദ്ധയായ ഹന്ന എന്ന ദൈവഭക്തയായ സ്ത്രീ, ദൈവരാജ്യത്തെ കാത്തിരുന്നവർ, ഈ കുഞ്ഞിനെ സംബന്ധിച്ച് പറഞ്ഞതും കാണിച്ച മനോഭാവവും മറിയ ശ്രദ്ധിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലും അതിന്റെ 51-ാം വാക്യത്തിലും പറയുന്ന ഈ പ്രയോഗങ്ങൾ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 2:19 മറിയ ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. വന്ന് ഇടയന്മാർ വന്ന് വിവരം പറഞ്ഞപ്പോ അതിനെ സംബന്ധിച്ച് പറയുകയാണ്. 51-ാമത്തെ വാക്യം, പിന്നെ അവരോടുകൂടി ഇറങ്ങി നസ്രത്തിൽ വന്നവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പൊ യേശു 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പോയതും അവിടെ വെച്ചുണ്ടായ സംഭാഷണവും ഒക്കെ അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇവയെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ ശിശുവിന് യേശു എന്ന പേരുണ്ട്. മത്തായി 1:21 ദൂതൻ അങ്ങനെ യോസഫിനോട് പറഞ്ഞിരുന്നു, അവന് യേശു എന്ന പേരിടണം. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് മറിയയോട് ദൂതൻ പറഞ്ഞു.
ലൂക്കോസ് 1:32. 1-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ അവൻ ദാവീദ് ഗൃഹത്തിന് എന്നേക്കും ആ സിംഹാസനം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവം അവന് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ രാജാവായിട്ട് വരുമെന്ന്. 1-ാം അധ്യായത്തിൽ 33-ാം വാക്യത്തിൽ അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും എന്നും ദൂതൻ മറിയോട് പറഞ്ഞു. യേശു എന്ന പേരിന്റെ അർത്ഥം എന്താണ് എന്നും അവർ ഗ്രഹിച്ചു. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം എന്നാണ് മത്തായി 1:21 വായിച്ചത്. അപ്പൊ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കാനുള്ള ആളാണ് ഈ ശിശു എന്ന് അവർ അറിഞ്ഞിരുന്നു. മത്തായി 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം മനുഷ്യരോടുകൂടെ താമസിക്കുന്നതാണ് ഈ ശിശു വളർന്ന് ഉണ്ടാകുവാൻ പോകുന്ന സംഭവം എന്ന് അവർ തിരിച്ചറിഞ്ഞു. ലൂക്കോസ് 1-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തിൽ എലിസബത്ത് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് ഇവിടെ നിന്നുണ്ടായി. അപ്പോ അവിടുന്ന് കർത്താവാണ്, ലോർഡ് യാഹ്വേയാണ് എന്ന വിവരം എലിസബത്തിന്റെ വാക്കിൽ വ്യക്തമാക്കി. ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കും. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. അടുത്തത്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇതെല്ലാം ദൂതന്മാർ ഇവിടെ വന്ന് അവർ കേട്ട വിവരം പറഞ്ഞാണ്. അപ്പൊ അത് കർത്താവാണ്, ക്രിസ്തുവാണ്, രക്ഷിതാവാണ്. ഈ വിവരമെല്ലാം ദൂതന്മാർ പറഞ്ഞത് അവരറിഞ്ഞു. വിദ്വാൻമാർ വന്ന് അവരോട് യഹോവയുടെ കൊട്ടാരത്തിൽ വന്ന് ചോദിച്ചത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അതും വിദ്വാൻമാർ ഇവിടെ വന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ യഹൂദന്മാരുടെ രാജാവാണെന്ന് വാനഗോള ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതും മനസ്സിലാക്കിയതും ഈ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞത്. മത്തായി 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഈ വിദ്വാൻമാർ വന്ന് ഈ ശിശുവിന് കാഴ്ചകൾ അർപ്പിച്ച് അവന് നമസ്കരിച്ചു. അങ്ങനെ ആളുകൾ നമസ്കരിക്കേണ്ട, ആരാധിക്കേണ്ടവനാണ് ഇവനെന്ന് വ്യക്തമായി. അതും അറിഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 49 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ വാക്കുകൾ 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ചെന്നപ്പോ, എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? അപ്പൊ യേശുവിന് ഇത് തന്റെ പിതാവിന്റെ ഭവനമാണ് എന്ന് പറഞ്ഞെന്നും, എന്നിട്ട് 51-ാം വാക്യം പറയുകയാണ്, ഈ വസ്തുതയെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പൊ തന്റെ ശിശു ആരാണ്, ജനിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ ശിശു ആരാണ് എന്ന ഉത്തമ ബോധ്യം ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചു കഴിഞ്ഞു ഈ മാതാപിതാക്കൾക്കുണ്ടായി. ഇത് ആ ശിശുവിനെ വളർത്തിക്കൊണ്ടുവരുവാനും എന്ത് കാര്യത്തിന് വേണ്ടി ദൈവം ഈ ശിശുവിനെ നിയമിച്ചിരിക്കുന്നുവോ ആ കാര്യത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനുമുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അറിവാണ്. അങ്ങനെ ലോകത്തിന്റെ രക്ഷിതാവായി, കർത്താവായി, രാജാവായി വരാനുള്ള ശിശുവാണ് തങ്ങളുടെ വീട്ടിലുള്ളത് എന്നറിഞ്ഞിരുന്ന മാതാപിതാക്കൾ അതിനു പറ്റിയ അന്തരീക്ഷത്തിൽ ഈ ശിശുവിനെ വളർത്തിക്കൊണ്ടുവന്നു. നമ്മുടെ ഭവനവും ഈ നമ്മുടെ മക്കൾക്ക് വളരാൻ പറ്റിയ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ്
തങ്ങൾക്ക് ജനിച്ചിരിക്കുന്ന ഈ ശിശു എന്തിനായി ദൈവം നിയമിച്ചതാണ് എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുകയായിരുന്നത്. ഓരോ ശിശുവിനെ സംബന്ധിച്ചും ദൈവത്തിന് ഓരോ ഉദ്ദേശമുണ്ട്. ഓരോരുത്തരെയും പ്രത്യേകം ദൈവം ഉണ്ടാക്കിയതാണ്. അല്ലാതെ വളർന്നു വന്ന് എന്തെങ്കിലും തൊഴിൽ ചെയ്യാനും എന്തെങ്കിലും ചെയ്യാനും വേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല. ദൈവം പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ ഓരോരുത്തരെയും നിർമ്മിച്ചിരിക്കുന്നു. തങ്ങളുടെ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മാതാപിതാക്കൾ വ്യക്തമായി തിരിച്ചറിയുകയാണ്. അത് പ്രാർത്ഥനയിലൂടെ അവർ തിരിച്ചറിയണം. ദൈവിക ദർശനങ്ങളിലൂടെ അത് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുവാനുള്ള ഒരു ആത്മബന്ധം ദൈവവുമായി മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. ആ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ ജീവിതം നാം പരിശോധിച്ചാൽ ഇസ്രായേലിന് രക്ഷകനായി തീരാനുള്ള ശിശുവാണ് അമ്രാമിന്റെയും യോഖബേദിന്റെയും വീട്ടിൽ ജനിച്ചതെന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടായി. ആ കുട്ടിയെ വളർത്തുവാൻ പറ്റിയ സാഹചര്യമല്ല, വളർത്തിയാൽ തലയ്ക്ക് അപകടം വരുന്ന സാഹചര്യമാണെന്ന് അവർക്കറിയാം. അങ്ങനെയായിരുന്നു രാജകൽപ്പന. ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണമെന്ന കൽപ്പനയുടെ നടുവിൽ മോശയെ അവർ വളർത്തിയത് മാത്രമല്ല, ഒളിച്ചു വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. ആറ്റിൽ കൊണ്ട് മറ്റ് ശിശുക്കളെ എറിഞ്ഞതുപോലെ എറിയല്ല ചെയ്തത്. ഈ ശിശുവിനെ രാജകുമാരി കുളിക്കുന്നിടത്ത് കൊണ്ട് വെച്ച് ഈ ശിശുവിനോട് രാജകുമാരിക്ക് ഇഷ്ടം തോന്നും, കുട്ടിയെ എടുത്ത് വളർത്താൻ താല്പര്യമുണ്ടാവും എന്ന് വിശ്വാസത്താൽ തിരിച്ചറിഞ്ഞ് അങ്ങനെ ചിന്തിക്കാൻ യാതൊരു ന്യായമില്ല. എബ്രായരുടെ കുട്ടിയെ സൂക്ഷിച്ചതിനാൽ കുട്ടിയെ സൂക്ഷിച്ചത് ആരാണെന്ന് അന്വേഷിച്ച് കൊല്ലാനേ സാധാരണഗതിയിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. എങ്കിലും വിശ്വാസത്താൽ ഇതെല്ലാം കണ്ട അവർ താൻ തന്നെ ഈ കുഞ്ഞിനെ വളർത്തുമെന്നും മോശയുടെ മാതാവ് അറിഞ്ഞിരുന്നു. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിരുന്നു. അങ്ങനെ ആ കുട്ടിയെ വളർത്തി. അധികം ദിവസം വീട്ടിൽ അധികം നാൾ വീട്ടിൽ വളർത്തുവാൻ കഴിയില്ല. രാജകൊട്ടാരത്തിലാണ് ഈ കുട്ടി വളരേണ്ടത്. രാജകുമാരിയുടെ മകനായി എടുത്തതാണ്, അവിടെ കൊണ്ട് വളർത്തേണ്ടതാണ്. പക്ഷേ മുലകുടി മാറുന്നത് വരെ മാത്രം വീട്ടിൽ വളർന്ന ഈ കുട്ടി വളർന്നു വന്നപ്പോൾ ബാക്കി എല്ലാ കാലവും മിസ്രയീമ്യ കൊട്ടാരത്തിൽ വളർന്നു, മിസ്രയീമ്യ കൂട്ടുകാരോട് വളർന്നു, മിസ്രയീമ്യ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. ഇസ്രയേലിൽ ആരുമായിട്ടും ഒരു ബന്ധവും ഉണ്ടായിരിക്കാൻ സാഹചര്യം ലഭിച്ചില്ല എങ്കിലും ആ വീട്ടിലെ അന്തരീക്ഷം അവനെ ഇസ്രയേലിന്റെ രക്ഷകനായി വളർത്തിയെടുത്തു. അതിന്റെ ആദ്യത്തെ ഘടകം അവിടെയാണ് എന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കണം. ഇന്ന് എത്ര മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണ് എന്ന് തിരിച്ചറിയാം എന്നുള്ളത് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇന്നത്തെ തലമുറയിൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കുട്ടികൾ എന്ത് തിരഞ്ഞെടുക്കണം. വിദ്യാഭ്യാസം, അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ, അവരുടെ +2 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടി ഏത് ഫീൽഡിലേക്ക് തിരിയണം എന്നതിനെ സംബന്ധിച്ചുള്ള ചിന്ത വളരെ ഗൗരവമാണ്. നമ്മുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുള്ള ചിന്ത ഏതെങ്കിലും ചില തൊഴിലുകൾക്ക് വേണ്ടി, ഏറ്റവും പ്രധാനമായി മെഡിസിൻ വിടണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം, അല്ലെങ്കിൽ IAS കാരനാക്കണം. ഇങ്ങനെയുള്ള കുറെ ചിന്തകളല്ലാതെ ഒരു കുട്ടിയെ എന്തിനാണ് ദൈവം നിയമിച്ചത് എന്ന് അറിയുവാൻ അനേകർ ശ്രമിക്കാറില്ല. കുട്ടികളുടെ കഴിവിനും അഭിരുചിക്കും വിപരീതമായി കുട്ടികളെ പഠിക്കാൻ വിടുന്ന ധാരാളം മാതാപിതാക്കൾ, നിർബന്ധങ്ങൾ, അതുനിമിത്തം മാനസിക സംഘർഷത്തിലെത്തുന്ന ധാരാളം കുട്ടികൾ, മാതാപിതാക്കളുമായി വൈരാഗ്യത്തിലെത്തുന്നവർ, സമൂഹത്തോട് വെറുപ്പ് തോന്നുന്നവർ. ഇതിന്റെ എല്ലാം കാരണം എന്തിനാണ് ഈ കുഞ്ഞിനെ ദൈവം നിയമിച്ചത്, എന്തിന് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുവാനുള്ള മാതാപിതാക്കളുടെ കഴിവുകളാണ്. അതിനവർ ശ്രദ്ധിക്കാറില്ല. മാനുഷികമായ ചിന്തകളും കണക്കുകൂട്ടലുകളും മാത്രമാണ് ഇന്ന് ബഹുഭൂരിപക്ഷം വീടുകളിലും നടക്കുന്നത്. ദൈവ ഉദ്ദേശത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാതെ, ആത്മമണ്ഡലമില്ലാത്ത ഭവനങ്ങളിലാണ് നല്ലൊരു പങ്ക് കുട്ടികളും ഇന്ന് വളർന്നു വരുന്നത്. അപ്പൊ പിന്നെ അവരുടെ ആത്മീക പശ്ചാത്തലം എന്താവും? അവർ വളർന്നു വരുമ്പോൾ അവർ ഏത് ആത്മീയ നിലയിലെത്തും എന്ന് നാം അന്വേഷിക്കേണ്ടതാണ്.
എന്നാൽ മോശയുടെ ഭവനത്തിൽ ലഭിച്ച അന്തരീക്ഷത്തെ സംബന്ധിച്ച് നാം വായിക്കുന്ന ഈ വാക്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. 2-ാം അധ്യായത്തിന് 40-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. ആ വാക്ക് അങ്ങോട്ട് നോക്കൂ, പൈതൽ വളർന്നു. ഏത് കുട്ടിയും വളരുന്നത് പോലെ ഈ കുട്ടിയും വളർന്നു. ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. അപ്പൊ നോക്കി, എല്ലാ ആത്മീയ പശ്ചാത്തലമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. വളരെ ആഴമായ ആത്മീയ ജീവിതം ഉണ്ടായിരുന്ന ഒരു ഭവനമാണ് യേശു വളർന്ന മറിയയുടെയും യോസഫിന്റെയും ഭവനം. ഏറ്റവും മുൻതൂക്കം കൊടുത്തിരുന്നത് ആത്മീയ ജീവിതത്തിനായിരുന്നു. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ നശിപ്പിക്കുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ഏറ്റവും പ്രധാനം ആത്മാവാണ് എന്ന് മനുഷ്യൻ തിരിച്ചറിയണം. നിത്യരാജ്യമാണ്, നിത്യജീവനാണെന്ന് തിരിച്ചറിയണം. ഈ ലോകത്തിൽ ഒരായുസ്സിലെ ജീവിതത്തിന് വേണ്ടി കുട്ടിയെ വളർത്തുക എന്നത് മാത്രമല്ല, നിത്യതയ്ക്ക് വേണ്ടി അതിന്റെ ആരംഭം മുതൽ വളർത്തുന്ന ഒരു പശ്ചാത്തലമാണ്, ആത്മീക പശ്ചാത്തലമാണ് ഏത് ക്രിസ്തീയ കുടുംബത്തിലും ഉണ്ടായിരിക്കേണ്ടത്. 2-ാം അധ്യായത്തിന്റെ 52-ാം വാക്യം, യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ജ്ഞാനത്തിലും വളർച്ചയിലും, അപ്പൊ അതിന്റെ ഓരോ ഘട്ടത്തിലും, അറിവിൽ മാത്രമല്ല അവന്റെ വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു എന്ന് പറഞ്ഞാൽ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവനായി വളർന്നു എന്ന് മാത്രമല്ല, മനുഷ്യരാൽ അംഗീകരിക്കപ്പെട്ടവനായി, മനുഷ്യരുടെയിൽ സ്വീകാര്യതയുള്ളവനായി യേശു ക്രിസ്തു വളർന്നു വന്നു. അപ്പൊ അങ്ങനെ ആത്മീയ അംഗീകാരവും സാമൂഹ്യ അംഗീകാരവും ഉള്ള ഒരു കുട്ടിയായിട്ടാണ്, ഒരു ബാലനായിട്ടാണ്, യൗവനക്കാരനായിട്ടാണ് യേശു ജീവിച്ചത് എന്നാണ് തിരുവെഴുത്ത് യേശുവിനെ സംബന്ധിച്ചും യേശുവിന്റെ ഭവനത്തെ സംബന്ധിച്ചും നമുക്ക് തരുന്ന വിവരം. അപ്പൊ ആ ഭവനത്തിൽ വളർന്ന കുട്ടി ആ സമൂഹത്തിൽ, ആ പരിസരത്ത് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു ശിശുവായി വളരാനുള്ള പശ്ചാത്തലം, നല്ല ഒരു അന്തരീക്ഷം യേശു വളർന്ന ഭവനത്തിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ മക്കളെ വളർത്തുന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കൽപ്പനകൾ തന്നിട്ടുണ്ട്. എന്റെ കുട്ടിയാണ്, എന്റെ ഇഷ്ടം പോലെ കുട്ടിയെ വളർത്തും എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ഏത് ശിശുവിനെയും നൽകുന്നത് ദൈവമാണ്. ജീവന്റെ ഉടമസ്ഥൻ ദൈവമാണ്. ജീവന്റെ മാത്രമല്ല, ഏത് കുട്ടിയും ജീവിക്കാൻ എല്ലാം കൊടുക്കുന്നത് ദൈവമാണ്. ആർക്കും, കുട്ടിക്ക് മാത്രമല്ല, എല്ലാവർക്കും. അപ്പൊ അങ്ങനെ പരമാധികാരിയായ ദൈവം സന്താനത്തെ നൽകുമ്പോൾ ആ സന്താനത്തെ എങ്ങനെ വളർത്തുമെന്ന് ദൈവം വളരെ വ്യക്തമായി തന്റെ വചനത്തിൽ ഇസ്രായേലിന് കൽപ്പന കൊടുത്തിരുന്നു. പുതിയ നിയമത്തിലും ഈ കൽപ്പനകളുടെ ഭാഗങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. 6-ാം അധ്യായത്തിന്, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇസ്രായേലേ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ കേൾക്കൂ, നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയെ നിന്റെ വീട്ടിന്റെ കട്ടളകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരാത്മീക പശ്ചാത്തലം, വചനം എവിടെയും കാണാനും കേൾക്കാനും വായിക്കാനും പഠിക്കാനുമുള്ള ഒരു അവസരം ഉള്ള ഭവനമായിരിക്കണം
ഇസ്രായേൽ ജനത്തിന്റെ ഭവനമെന്ന് ദൈവം നിഷ്കർഷയായി പറയുകയാണ്. ദൈവജനത്തിന്റെ, പുതിയ നിയമത്തിൽ ദൈവജനത്തിന്റെ. അപ്പൊ ആ ദൈവവചനത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഏത് സമയത്തും കുട്ടി കേൾക്കണം. കിടക്കുമ്പോഴും കേൾക്കണം, ഇരിക്കുമ്പോഴും കേൾക്കണം, നടക്കുമ്പോഴും കേൾക്കണം. വീട്ടിൽ നോക്കിയാൽ അത് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അവിടുത്തെ വ്യക്തികളുടെ, പിതാക്കന്മാരുടെ കൈകളിൽ പട്ടമായി, നമ്മളെ ഈ ഒരു കാലത്ത് ഉപയോഗിച്ച ടേപ്പുകൾ ഉണ്ടല്ലോ, ഓഡിയോ ടേപ്സ്, വീഡിയോ ടേപ്സ് ഒക്കെ, അതുപോലെ അത് അതിനകത്ത് വചനം എഴുതിയതാണ്. അത് കയ്യെ കെട്ടി അത് വലിച്ചെടുത്ത് ഓരോ ഭാഗം വായിച്ചു കേൾപ്പിക്കുന്നതാണ്. കണ്ണുകൾക്ക് മധ്യേ നെറ്റിക്ക് വെച്ചത് കെട്ടും. ഇന്നും ആളുകൾ ചെയ്യാറുണ്ട് അങ്ങനെ. നിങ്ങൾ ഇസ്രയേലിൽ പോയാൽ ഇങ്ങനെ നെറ്റിക്ക് വെച്ച് കെട്ടിയ ആളുകളെ കാണാം. അപ്പൊ അവരതിൽ നിന്ന് വചനമെടുത്ത് വായിക്കണം. അപ്പൊ എവിടെയും വചനം കേൾക്കുകയും അറിയുകയും ചെയ്യാനുള്ള പശ്ചാത്തലം അവരുടെ വീട്ടിൽ വേണമെന്ന് ദൈവം ഇസ്രയേലിനോട് നിഷ്കർഷയായി കൽപ്പിച്ചു. അപ്പൊ മക്കളെ വളർത്തുന്നത് നമ്മുടെ ഇഷ്ടത്തിന് വളർത്തുന്ന ഒരു സാഹചര്യം ദൈവം അനുവദിക്കുന്നില്ല. ജീവന്റെ ഉടമസ്ഥനായ ദൈവം, സകലത്തിന്റെയും ആത്യന്തിക അധികാരിയായ ദൈവം മക്കളെ എങ്ങനെ വളർത്തണമെന്നും കുടുംബം എങ്ങനെ പാലിക്കണമെന്നും വളരെ വ്യക്തമായി കൽപ്പനകളും നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നു എന്ന് ദൈവജനം അറിയുകയും അവ പാലിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാകേണ്ടതാണ്. അതിനുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട അതിനുള്ളൊരു സൗകര്യം നമ്മുടെ ഇന്നത്തെ കാലത്തായാലും ഏത് കാലത്തായാലും വീട്ടിലെ കുടുംബ പ്രാർത്ഥന അതിൻ്റെ ഒരു ഭാഗമാണ്. വളരെ ചിട്ടയായി കൃത്യസമയത്ത് കുടുംബ പ്രാർത്ഥനകൾ എല്ലാവരുമായി ചേർന്ന് ക്രിസ്തീയ കുടുംബങ്ങൾ നടത്തേണ്ടതാണ്. അങ്ങനെ നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു. വളരെ രാവിലെ കുടുംബാംഗങ്ങൾ എഴുന്നേറ്റ് അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ പാട്ടുപാടി പ്രാർത്ഥിച്ച് വചനം വായിച്ച് ഒരു കാലമുണ്ടായിരുന്നു. വൈകിട്ടും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പാട്ടുപാടി ആരാധിച്ച് വചനം വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ചില ക്രിസ്തീയ കുടുംബങ്ങളിൽ ഉച്ചയ്ക്കും ഇതുപോലെ തന്നെയുള്ള ആരാധനയും പാട്ടും എല്ലാം നടന്നിരുന്ന ക്രിസ്തീയ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന്റെ പ്രാധാന്യം അനേക കുടുംബങ്ങളിലും കുറഞ്ഞു. ഓരോ കുട്ടികൾ അവരവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കുക, ഓരോരുത്തർ തിരക്ക് പിടിച്ച് അവരവരുടെ ജോലിക്ക് പോവുക. ഒന്നിച്ചുള്ള കുടുംബ പ്രാർത്ഥന പല പല കുടുംബങ്ങളിലും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. ഞാനും ലോകത്തിൽ കുറേയേറെ സഞ്ചരിക്കുന്ന മനുഷ്യൻ, അനേകം ഭവനങ്ങളിൽ താമസിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഏറെക്കുറെ ഇന്ന് ക്രിസ്തീയ കുടുംബങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് നേരിട്ടുള്ള അറിവും എനിക്ക് ഉള്ളതുകൊണ്ടും കൂടെ ഞാൻ പറയുകയാണ്. ക്രിസ്തീയ കുടുംബങ്ങൾ വളരെ വ്യക്തമായി അത് ചിട്ട പാലിക്കേണ്ടതാണ്. ആരാധന പ്രധാനമാണെന്നും ദൈവത്തെ ബഹുമാനിക്കുന്ന പ്രധാനമാണെന്നും പ്രാർത്ഥന പ്രധാനമാണെന്നും മക്കൾ അറിയുന്നത് അവരുടെ ബാല്യകാലം മുതൽ, ശൈശവകാലം മുതൽ അവർ കാണുന്ന കുടുംബ പ്രാർത്ഥനയിൽ നിന്നും ആരാധനയിൽ നിന്നും. നിങ്ങളുടെ വീട്ടിലെ ആത്മീയമാണ് നിങ്ങളുടെ കുട്ടിക്കുള്ളത്. നിങ്ങളുടെ വീട്ടിൽ എത്രയും ആത്മീയമുണ്ടോ അത്രയും ആത്മീയമേ നിങ്ങളുടെ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കില്ലാത്ത ആത്മീയം നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടാകുന്നത് വലിയ ദൈവ സന്ദർശനം വല്ലതും ഉണ്ടായിട്ട് അങ്ങനെ സാഹചര്യത്തിൽ ദൈവം സന്ദർശിച്ചു കൊണ്ടുവന്ന കുറെ കുട്ടികളുണ്ട്. എങ്കിലും വ്യാപകമായി വീട്ടിൽ ആത്മീയമില്ലെങ്കിൽ മക്കളും ആത്മീയമില്ലാത്തവരായി തന്നെ വളരും. ഉച്ചവരെ കിടന്നുറങ്ങുന്ന കുട്ടികളെ ഞങ്ങളുണ്ട്. പ്രത്യേകിച്ച് സമ്മർകാലമൊക്കെ ആയാൽ ചില മാതാപിതാക്കൾ കുട്ടികൾ ഇഷ്ടം പോലെ കിടന്നുറങ്ങാൻ അങ്ങനെ അനുവദിച്ചേക്കുകയാണ്. പ്രാർത്ഥനയുമില്ല, ധ്യാനവും ഇല്ല, ഒന്നുമില്ല. ഉച്ചയ്ക്ക് എഴുന്നേറ്റ് വന്ന് ഭക്ഷണം കഴിക്കുക. ഈ കുടുംബങ്ങളിൽ നിങ്ങളുടെ കുട്ടി ആത്മീയരായിത്തീരണമെന്ന് പ്രതീക്ഷ അവർക്കുണ്ടാവില്ല. സഭയും അതിനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇനിയും പല ഭവനങ്ങളിലും ശൈശവത്തിലുള്ള കുട്ടികളെ പ്രാർത്ഥനാ സമയത്ത് നിങ്ങളുടെ അടുക്കൽ കൊണ്ട് കിടത്തി ഈ പാട്ടും പ്രാർത്ഥനയും കാണാനും കേൾക്കാനും കുട്ടി അനുവദിക്കാറുണ്ടോ? ശൈശവത്തിൽ ആ കുട്ടിയെ അങ്ങനെ ചെയ്യാറില്ല. ഇച്ചിരി മുതിർന്നാലും കുട്ടിയെ പ്രാർത്ഥനയ്ക്കൊണ്ടിരുത്താറില്ല. വേണ്ട, വഴക്കുണ്ടാക്കണ്ട, ഉച്ച കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന ധാരണയാണ് പലർക്കും. ഇനി അഥവാ വന്നാലും കുട്ടിയെ മടിയിലെടുത്ത് വെച്ച്
അതിൻ്റെ തുടക്കി ഒരു താളം തട്ടി അതിനെ ലാളിച്ച് ഉള്ള പാട്ടുകളും അതിൻ്റെ നിർബന്ധങ്ങൾ സാധിച്ചു കൊടുക്കുന്നതുമാണ് അനേക ക്രിസ്തീയ കുടുംബങ്ങളിലും നയിക്കുന്നത്. അപ്പൊ ഇതൊരു ഭക്തിപൂർവമായ ഒരു കാര്യമാണ് എന്ന് കുഞ്ഞിനറിയില്ല. ഇതൊരു ചടങ്ങായി മാത്രമേ ആ കുട്ടി തിരിച്ചറിയുന്നുള്ളൂ. ആ കുട്ടിയെ എന്തുകൊണ്ട് നിങ്ങൾ തറയിലിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കണം? ഇന്നത്തെ കസേര ഇടപാടും ഇതിനെ സൗകര്യമായി കസേര കയറി എല്ലാവരും ഇരുന്ന് ചടങ്ങ് നടത്തുന്ന കാര്യം മാറ്റിയിട്ട് ഭക്തിയോടെ ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടതാണ്. നിലത്തിരുന്ന് തന്നെ പായ് വിരിച്ച് ഷീറ്റ് വിരിച്ച് നിലത്തിരുന്ന് അപ്പനും അമ്മയും എല്ലാവരും കൂടെ പാട്ടുപാടി പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന സംവിധാനം ഉണ്ടാവണം. മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്ഥിതി ഉണ്ടാവണം. അത് നിങ്ങളുടെ കുഞ്ഞ് കാണണം. ആ കുഞ്ഞിനെ ഒരു തുണിയിൽ അവിടെ കിടത്തി നിങ്ങൾ പാടുന്നതും നിങ്ങൾ കൈയടിക്കുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ അന്യഭാഷ പറയുന്നതും ആത്മാവിൽ ആരാധിക്കുന്നതും നിങ്ങളുടെ കുട്ടി കണ്ടാൽ മലന്ന് കിടക്കുന്ന പരുവത്തിൽ തന്നെ ഈ കുട്ടി കൈയും കാലും വിട്ടടിക്കും. നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ആരാധന ആ കുഞ്ഞ് അന്നു മുതൽ കണ്ടു തുടങ്ങണം. അല്ലാതെ നിങ്ങൾ ഈ കുട്ടിയെ മടിയിലെടുത്ത് വെച്ച് ലാളിച്ച് അപ്പൊ അത് വഴക്കുണ്ടാക്കി അപ്പൊ അതിന്റെ വഴക്ക് മടക്കി വരുന്ന നിങ്ങളുടെ പള്ളിയിൽ വരുമ്പോഴും നിങ്ങളുടെ കുട്ടി ഇത് തന്നെ കാണിക്കും. പള്ളിയിൽ വഴക്കും ബഹളവും ഉണ്ടാക്കുന്ന എത്ര കുട്ടികൾ പള്ളി ഗർഭക്കാരെ. ചില മാതാപിതാക്കൾ ഈ അമ്മമാര് ഈ കുഞ്ഞിനെ കൊണ്ടാണ് പള്ളിക്കകത്ത് മടിയിലെടുത്ത് വെച്ച് നെഞ്ചത്തെടുത്ത് വെച്ച് ആരാധിക്കുമ്പോൾ പാട്ട് പാടുമ്പോഴും അങ്ങനെ സങ്കീർത്തന വായിക്കെഴുന്നേൽക്കുമ്പോൾ അതിനെ തോളയിലിട്ടുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ അതിനെ ഡിസിപ്ലിൻ ചെയ്തില്ല. അതാണ് അതിന്റെ അർത്ഥം. നിശ്ചയമായും നിങ്ങൾ ഡിസിപ്ലിൻ ചെയ്താൽ ഈ കുട്ടി പാട്ടും ആരാധനയും എന്താണെന്ന് തിരിച്ചറിയും. അങ്ങനെയുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദേശത്ത് എന്തെന്നപ്പോ അത്യാവശ്യത്തിന് ഓടി നടക്കുന്ന ഒരു കൊച്ചുമാലകൻ, അവനെ അമ്മ പള്ളിയിലോട്ട് കയറി വന്നു, കുട്ടി അവിടോട്ട് വിട്ടു, മുട്ടിന്മേലിരുന്ന് ദൈവത്തെ ആരാധിക്കും. നല്ല പോലെ കൈയടിച്ച് കണ്ണടച്ച് ആത്മാവിൽ ആരാധിക്കും. ഈ കുട്ടി അവിടെ നടന്ന് കൈയടിച്ച് പാടി അവനും ദൈവത്തെ സ്തുതിക്കും. ആർക്കും ശല്യം ഉണ്ടാക്കില്ല, ബഹളം ഉണ്ടാക്കില്ല. ആ പാട്ട് കഴിഞ്ഞാൽ ഉടൻ ആ ആരാധന സമയം കഴിഞ്ഞാൽ അവൻ വന്നോടെ തിരിക്കും. പിന്നെ അവൻ നടക്കില്ല, ഓടി നടക്കില്ല. ഇന്ന് എത്ര പള്ളികളിലാണ് ചെറുപ്പക്കാർ കൊച്ചി കുട്ടികൾ ഓടി നടക്കുന്ന സ്ഥിതി. ആരാധനയിടയ്ക്ക് പ്രസംഗത്തിനിടയ്ക്ക് എത്ര പ്രസംഗികൾ അത് നിമിത്തം ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ചില സഭയിൽ വെറും അലക്ഷ്യമായി തീർന്നിരിക്കുകയാണ്. അതിന്റെ അർത്ഥം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പഠിപ്പിച്ച ഈ കുട്ടി പള്ളിയിൽ ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അല്ല, നിങ്ങളുടെ കുട്ടി തീരെ നിങ്ങൾ ശ്രമിച്ചിട്ടും പറ്റാത്ത ഒരു അന്തരീക്ഷമാണെങ്കിൽ അതൊരു ആത്മീയ പ്രശ്നമാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ആ കുട്ടി ശാന്തമായിരിക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കേണ്ടതാണ്. അതും സംഭവിക്കും. ആരാധനയിൽ കുട്ടികൾ കാണിക്കുന്ന അലക്ഷ്യങ്ങൾ പലപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞങ്ങളിങ്ങനെ പല ദേശത്തെ പള്ളികളിൽ പോകുന്നവർ, ഞങ്ങൾ മുമ്പിലിരിക്കുന്നു, മുമ്പിൽ ജനത്തെ ഞാൻ കാണാം, ഏറ്റവും മുമ്പിലിരിക്കുന്ന കുട്ടികളുമാണല്ലോ നമ്മുടെ ഇടയിൽ. ഈ ആൺകുട്ടികൾ തമ്മിൽ നടത്തുന്ന യുദ്ധങ്ങൾ, കുസ്തികൾ, ഇവർ തമ്മിൽ ഇടിക്കുന്നത്, നിങ്ങൾ പാട്ട് പാടാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ, സങ്കീർത്തനം വായിക്കാൻ എഴുന്നേൽക്കുമ്പോൾ യുവമാർ എത്ര ആൺപിള്ളേരാണ് മുന്നിൽ കാലെ ചവിട്ടി. ഞാൻ എത്രത്ത് കണ്ടിരിക്കുന്നു. ഇത് വല്ലതും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? പള്ളിയിൽ കാണിക്കുന്ന ഈ അലക്ഷ്യങ്ങളെ ഒന്ന് മാറ്റാൻ പാസ്റ്റേഴ്സ് അധികം ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിച്ചാൽ മാതാപിതാക്കളുടെ അതിർത്തി ഉണ്ടാകും എന്നുള്ളത് കൊണ്ടുമായിരിക്കാം. ഏതായാലും ദൈവഭക്തി എന്തെന്നറിയാൻ മേലാത്ത ധാരാളം കുട്ടികൾ ഇങ്ങനെ വളർന്നു വരുന്നു. എവിടെയാണ് വാസ്തവത്തിൽ ഇതിന് മുഴുവൻ ഉത്തരവാദിത്വം എന്ന് കണ്ടെത്താൻ മനസ്സ് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ കുട്ടികളെ വഴക്കുണ്ടാക്കാതിരിക്കാൻ ഒരു പുസ്തകവും കൊടുത്തൊരു പേനായും കൊടുത്ത് പള്ളിയിലോട്ട് പറഞ്ഞോളൂ. പള്ളിയിൽ വന്ന് ഇവിടെ നടക്കുമ്പോൾ അവർ ഭയങ്കര എഴുത്താണ്, പെയിന്റിംഗ് ആണ്, തകർത്തു പിടിച്ച കാര്യമാണ്. ഈ കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്. സ്കൂളിൽ നഴ്സറി ക്ലാസ്സിലാണെങ്കിലും ആ ക്ലാസ്സിൽ ശ്രദ്ധിച്ചല്ലേ കുട്ടിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ല കുട്ടി വീട്ടിൽ നിന്ന് ഒരു പേപ്പർ കൊണ്ട് പോയി തോന്നിയത് എഴുതിക്കൊണ്ടിരുന്നാൽ സ്കൂളിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ പള്ളിയിൽ ഇതെല്ലാം നടക്കുന്നു.
എവിടെയാണ് നമ്മുടെ ആത്മീയ പശ്ചാത്തലം, എന്ത് രീതിയാണ് നാം അനുവർത്തിക്കുന്നത് എന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ മാതാപിതാക്കൾ തയ്യാറാവണം. പള്ളിയിൽ വന്നാൽ അവർ പാട്ടുകൾ പാടണം. വളരെ കൊച്ചു കുട്ടികൾ ആത്മാർത്ഥമായി പാട്ട് പാടുന്നത്, ചില ഭക്തിയോട് കണ്ണടച്ച് പാടുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം തീരെ അലക്ഷ്യമായിരിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് പാട്ട് പഠിക്കാം, പാട്ട് പഠിക്കണം, പഠിപ്പിക്കണം, വീട്ടിലത് പഠിപ്പിക്കണം. അങ്ങനെ ആ പാട്ട് പഠിച്ച് നിങ്ങളുടെ കുട്ടി പള്ളിയിൽ വന്നാൽ, ആരാധനയ്ക്ക് വന്നാൽ പാട്ട് പാടണമെന്നത് അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് രീതിയായി മാറണം. ഇന്നത്തെ കാലത്ത് മറ്റ് പല ദേശങ്ങളിൽ വളരുന്ന കുട്ടികൾ, ഗൾഫിലോ അമേരിക്കയിലോ ഒക്കെ വളരുന്ന കുട്ടികൾ മലയാള ആരാധനയ്ക്ക് പോകേണ്ടി വരുന്നു. അതിനിടയ്ക്ക് ഇംഗ്ലീഷ് കുറേയൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ പാട്ടുകൾ അനേക കുട്ടികളും പാടുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് മലയാളം മനസ്സിലാവില്ല പോലും. വീട്ടിലുള്ള അപ്പനും അമ്മയും മലയാളികളാണ്. നിങ്ങൾ വീട്ടിൽ പറയുന്നതൊക്കെ കുട്ടിക്ക് മനസ്സിലാവും. അപ്പൊ പാട്ട് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, പാട്ട് പഠിച്ച അമേരിക്കയിൽ വളർന്ന കുട്ടികൾ ഞങ്ങളുണ്ട്. ഏത് മലയാളം പാട്ട് കേട്ടാലും അവർ ഉടൻ അത് എഴുതിയെടുത്ത് പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം പേരും അതില്ല. ഇംഗ്ലീഷ് വരുമ്പം മാത്രം, അത് ചില കുട്ടികൾ മാത്രം. പല കുട്ടികളും ഏതാണ്ട് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ പള്ളിയിൽ ഒരു പാട്ടൊക്കെ പാടുള്ളൂ. ബാക്കി ഞാൻ ചില കുട്ടികളെ കണ്ടിട്ട് അതിശയിച്ചിട്ടുണ്ട്. ഇതിന് വായി കൂട്ടിയിരിക്കാൻ ഇത്രയ്ക്ക് ഭയങ്കര കഴിവാണോ അവർ കൂട്ടിക്കുന്നത്. ആരാധന അത്രയും സമയം വായി പൂട്ടിയിരിക്കാൻ അറിയാം. ആരാധന കഴിഞ്ഞാലുള്ള അതിന്റെ ബഹളങ്ങൾ അത് വേറെയുമാണ് ഈ യൗവനക്കാരൻ. എന്താണ് ദൈവവുമായിട്ട് ഈ കുട്ടികൾക്കൊരു ബന്ധമുണ്ടോ എന്ന് ആലോചിക്കണം. ആരാണ് ഇത് അന്വേഷിക്കേണ്ടത്? മാതാപിതാക്കളല്ലാതെ മറ്റാരാണ് ഇത് അന്വേഷിക്കേണ്ടത്? ഈ കുട്ടികൾ വചനം വായിക്കാൻ പഠിക്കണം. വചനം പഠിക്കുന്നതിനെ സംബന്ധിച്ച് നേരത്തെ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ ഇവിടെ പൊതുവായി വചനം വായിക്കുന്ന രീതിയും നമ്മുടെ മലയാളം പള്ളികളിലുണ്ട്. പാസ്റ്റർമാർ പറയുമ്പോൾ വചനം എടുത്ത് വായിക്കുന്ന ആളുകളുണ്ട്. ഇന്നതിൽ ആൾ വളരെ കുറവാണ്. ഒരു കാലത്ത് മത്സരിച്ച് വായിക്കാൻ ആളുണ്ടായിരുന്നു. ഇന്ന് വളരെ അപൂർവമായി തീർന്നിരിക്കുകയാണ്. വായിക്കാൻ അറിയാൻ മേലാത്തൊരു കാലം. വായിച്ചാലും നേരെ ചൊവ്വേ വായിക്കാൻ അറിയാൻ മേലാത്തവരാണ് ധാരാളം ആളുകളും. മിക്കടത്തും ചെന്നാൽ വായിക്കുന്നതിന്റെ ക്രമത്തിൽ, അതിന്റെ പങ്ക്ച്വേഷൻ അനുസരിച്ച് നിർത്തി ഒന്നുമല്ല മിക്കടത്തും വായിക്കുന്നത്. അപ്പോൾ വചനം വായിക്കുന്നതിനുള്ള പ്രാധാന്യം വളരെ കുറഞ്ഞു. എത്ര കുട്ടികളാണ് പ്രസംഗിക്കാൻ പറയുമ്പോൾ വചനം കയ്യിലെടുക്കുന്നത്? പ്രായമുള്ളവർ എത്ര പേരാണെന്ന് വചനം കയ്യിലെടുക്കുന്നത്? വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം നോക്കാൻ. എന്നാൽ അപൂർവമായി ചില കുട്ടികൾ വാക്യം പറഞ്ഞാൽ ഉടൻ എടുത്ത് വായിക്കുന്ന കൊച്ചുകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം അത്ര പൂർണ്ണമല്ലെങ്കിലും അവർ വായിക്കാൻ ഞാൻ അനുവദിക്കും. അവരെ അഭിനന്ദിക്കണം. ഞാൻ ഒരു ബാലനായി വളർന്ന കാലത്ത് പാസ്റ്റർ പറഞ്ഞ ഏത് വാക്യവും എടുത്ത് വായിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ ഞാൻ അന്നേ വചനം വായിക്കുന്ന കാര്യത്തിൽ, പരസ്യമായി വായിക്കുന്ന കാര്യത്തിൽ ഉത്സുകനായിരുന്നു. കുട്ടികളെ അതിന് ഉത്സാഹിപ്പിക്കണം. കുട്ടികൾക്ക് അവരുടെ ഭാഷ അവർക്കറിയാം. ഓരോ പ്രായത്തിനനുസരിച്ച ഭാഷയിൽ നിന്ന് ബൈബിൾ കിട്ടും. ഓരോ രാജ്യത്ത് ഇംഗ്ലീഷ് ബൈബിളോ, നിങ്ങളുടെ കുട്ടികൾ പലരും ഇംഗ്ലീഷ് ബൈബിൾ ആയിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. അതിന് പറ്റിയ ബൈബിൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കണം. സ്വന്തമായി പ്രാർത്ഥിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അറിയാമായിരിക്കണം. നന്നായി അവർ പ്രാർത്ഥന പഠിപ്പിക്കണം. ഒട്ടും പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാത്ത കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രായമുള്ളവർ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മെച്ചമായി നല്ലപോലെ പ്രാർത്ഥിക്കുന്ന കുട്ടികളെയും ചില പള്ളികളിൽ കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തെങ്കിലേ പള്ളിയിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വീട്ടിൽ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു അനുസരിച്ചാണ് കുഞ്ഞ് സ്കൂളിലും പൊതുജീവിതത്തിലും ജീവിക്കുന്നത് എന്നറിയണം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ 8-ാം നാളിൽ പരിച്ഛേദന കഴിപ്പിക്കാൻ ദേവാലയത്തിൽ കൊണ്ടുപോയതായി നാം വായിക്കും. 2-ാം അധ്യായത്തിൽ 41 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ 12 വയസ്സായപ്പോൾ പെരുന്നാളിന്
ദേവാലയത്തിൽ കൊണ്ടുപോയി ദാനമായി. അവിടെയും അമ്മയപ്പന്മാർ 41 അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകുന്നത് പതിവായിരുന്നു. അത് ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു. ആണ്ടുതോറും പെസഹ പെരുന്നാളിൽ യെരൂശലേമിൽ പോകണമെന്നുള്ളത്. അപ്പൊ അങ്ങനെ ആരാധനയ്ക്ക് സ്ഥിരമായി പോകുന്ന ഒരു പതിവായിരുന്നു ആ കുടുംബത്തിനുണ്ടായിരുന്നത്. എക്സ്ക്യൂസ് മീ. ആ പതിവാണ് യേശു ശീലിച്ചത്. യേശു സിനഗോഗിൽ പോരുന്നതിനെ സംബന്ധിച്ചും നേരത്തെയുള്ള ക്ലാസ്സിൽ നാം പറഞ്ഞു. അപ്പൊ ആരാധനയ്ക്ക് ഈ മകനെ കൊണ്ടുപോകുന്നതിൽ മാതാപിതാക്കൾ ഉത്സാഹിച്ചിരുന്നു, കൊണ്ടുപോയിരുന്നു. പള്ളിയിൽ മക്കളെ കൊണ്ടുപോകുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാധനയ്ക്ക് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാധന പ്രധാനമാണെന്ന് മക്കൾ അറിയണം. ഇത് അപ്പനും അമ്മയ്ക്കും വല്യപ്പനും വല്യമ്മയ്ക്കുമുള്ള ഏതോ ഒരു കാര്യമാണ് പള്ളി. ചെറുപ്പക്കാരായി ഞങ്ങളുടെ സഭയല്ല പ്രധാനം എന്നുള്ള ഒരു ധാരണ ഇന്ന് ലോകത്തിൽ, ഈവൻ പല കേരള സ്ഥലങ്ങളിലും ഞായറാഴ്ചയാണ് പല ക്ലാസ്സുകൾക്കും ട്യൂഷൻ വെക്കുന്നത് ആരാധന സമയത്ത്. ആരാധനയ്ക്ക് കുട്ടികളെ കൊണ്ടുപോകാതെ ട്യൂഷന് വിടുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അപ്പൊ ആരാധനയേക്കാൾ പ്രധാനം അവർക്ക് ക്ലാസ്സുകളാണ്. ഇങ്ങനെയുള്ള ഒരു ആത്മീയ പശ്ചാത്തലമാണ് ഇന്നത്തെ ലോകത്തിൽ പരക്കെ ഉള്ളത് എന്ന് തിരിച്ചറിയണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് ലോകമാണ് പ്രധാനം. ഭൂമിയിൽ പഠിച്ചു മിടുക്കനാവുക എന്നാണ് പ്രധാനം. അല്ലാതെ ആത്മാവിൽ വളരുക എന്നൊരു കാര്യം, ആരാധനയുടെ പ്രാധാന്യവും അവർ തിരിച്ചറിയാറില്ല. ഇവിടെയും അതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്, അല്ലാതെ മറ്റാർക്കുമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. പഴയ നിയമകാലത്ത് ഇസ്രായേലിന് ദൈവം പെരുന്നാളുകൾ കൊടുത്തിരുന്നു, ഉത്സവങ്ങൾ കൊടുത്തിരുന്നു. ലേവ്യ പുസ്തകം 21 അധ്യായം, ആവർത്തന പുസ്തകം 16 അധ്യായം എന്നീ അധ്യായങ്ങളിൽ ആ പെരുന്നാളുകൾ ഏവയെന്നും അതിന്റെ പ്രാധാന്യങ്ങൾ എന്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 16 അധ്യായത്തിന്റെ 16 വാക്യം വായിച്ചാൽ, ഇസ്രായേലിലെ എല്ലാ പുരുഷന്മാരിൽ ആണ്ടിൽ 3 പ്രത്യേക പെരുന്നാളുകൾക്ക് യെരൂശലേമിൽ പോകണം, ദൈവാലയത്തിൽ പോകണമെന്ന് നിർബന്ധമായ നിയമം വെച്ചിരുന്നു. അത് യെരൂശലേമിൽ ദേവാലയം സ്ഥാപിതമാകുന്നതിന് മുമ്പ് എവിടെ ദേവാലയമുണ്ടോ, കൂടാരമുണ്ടോ, അവിടെ പോകണമെന്ന് നിർബന്ധമായ പ്രമാണം. അത് പുളിപ്പില്ലാത്ത അപ്പത്തിന് പെരുന്നാൾ, പെസഹ പെരുന്നാൾ, പെന്തിക്കോസ്ത് കൂടാര പെരുന്നാൾ, ഈ 3 പെരുന്നാളുകൾക്ക് നിർബന്ധമായി എല്ലാ പുരുഷന്മാരും സംബന്ധിച്ചിരിക്കണമായിരുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത നിയമമായിരുന്നു. അത് കേവലം 3 ദിവസമല്ല, അത് ഏറെക്കുറെ 2 മാസത്തോളം വരെ ഇതിന്റെ എല്ലാം കൂടെ കണക്ക് കൂടി നോക്കിയ. അങ്ങനെ ദൈവ ആരാധന പ്രധാനമാണെന്ന് ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർക്ക് ആണ്ടുതോറും 7 പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. ഈ പെരുന്നാളുകൾ അവർ പാലിച്ചിരിക്കേണ്ടതായിരുന്നു. ഈ പെരുന്നാളുകൾ ഓരോന്നും ദൈവം അവർക്ക് നൽകിയ ഓരോ വിടുതലിനെ ആണ്ടുതോറും ഓർത്ത് അതിന് നന്ദി പറയാനുള്ള സമയമായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പൊ ആ ദൈവം നൽകിയ വിടുതൽ ആണ്ടുതോറും അവർ ഓർക്കണം. മിസ്രയീമിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവന്നത് അവരും അവരുടെ മക്കളും അവരുടെ തലമുറകളും എല്ലാ ആണ്ടുതോറും ഓർക്കണം. പണ്ടവർ മിസ്രയീമിൽ അടിമകളായിരുന്നുവെന്നും ദൈവം വിടുവിച്ചു കൊണ്ടുവന്നതാണെന്നും അവരറിയണമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന കാലത്ത് അവർ കൂടാരങ്ങളിലാണ് പാർത്തത് എന്ന് പിൻതലമുറ അറിയാൻ, അതായത് കനാൻ നാട്ടിൽ ചെന്ന് നല്ല നാട് കിട്ടി, വീട് വെച്ചു, കൊട്ടാരം വെച്ചു, സ്വസ്ഥമായി പാർക്കുമ്പോഴും പണ്ട് നമ്മൾ കൂടാരങ്ങളിൽ പാർത്തൊരു കാലമുണ്ട്. അടിമകളായിരുന്നിടത്ത് വന്ന സ്ഥലത്ത് കൂടാരങ്ങളിലാണ് പാർത്തത്. ദൈവം അവിടെ അത്ഭുതകരമായി നമ്മെ പരിപാലിച്ചു. ഓരോ ദിവസത്തേക്കും വേണ്ടി ആഹാരം തന്നു, സുരക്ഷിതത്വം നൽകി, കുടിക്കാൻ വെള്ളം തന്നു, എല്ലാം തന്നത് ദൈവമാണ്. ഈ കൊട്ടാരവും ഈ വീടും എല്ലാം ദൈവം നൽകിയ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മക്കളും തലമുറകളും ബഹുമാനിക്കാൻ വേണ്ടി ആണ്ടുതോറും അവ ഓർത്ത് ദൈവത്തെ ബഹുമാനിക്കാൻ, സ്തോത്രം പറയാൻ അവസരം ഉണ്ടാക്കാനാണ് ഈ പെരുന്നാളുകൾ അവർക്ക് കൊടുത്തിരുന്നത്.
ഇസ്രയേലിലെ പ്രധാന സംഭവങ്ങൾക്ക് ചില ഓർമ്മ സ്തംഭങ്ങൾ നാട്ടിയതും നാം വായിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം വായിച്ചാൽ അവർ യോർദാൻ കടന്നതിന്റെ ഓർമ്മ, യോർദാൻ രണ്ടായി പിരിഞ്ഞതിന്റെ ഓർമ്മയ്ക്ക് 12 കല്ലുകൾ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി നാട്ടി. ഉദ്ദേശം പറയുന്നതാണ്, പിൽക്കാലത്ത് നിങ്ങളുടെ മക്കൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ കനാൻ നാട്ടിൽ പ്രവേശിക്കുന്ന നമ്മെ തടസ്സമായി നിന്ന യോർദാൻ ദൈവം അത്ഭുത പ്രവൃത്തിയാൽ വറ്റിച്ച് നമ്മെ ഇവിടെ കടത്തിയതാണ് എന്ന് മക്കൾ അറിയുവാൻ ഇത് പെരുന്നാളുകളായി ആഘോഷിക്കണമെന്ന് ദൈവം അവരോട് പറഞ്ഞിരുന്നു. ഇതൊക്കെ ദൈവിക നിയമങ്ങളാണ്. എന്താണ് ഈ ദൈവിക നിയമങ്ങളുടെ അർത്ഥം? ഇന്ന് അക്ഷരാർത്ഥത്തിൽ ആ പെരുന്നാളുകളല്ല. പെസഹ അവരുടെ പെരുന്നാളായിരുന്നു, കൂടാര പെരുന്നാൾ അവരുടെ പെരുന്നാളുകളായിരുന്നു. എന്നാൽ ഇതെല്ലാം മനുഷ്യനോട് പറയുന്ന സത്യമുണ്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവും അവന്റെ വിശുദ്ധ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എങ്ങനെയാണ് ദൈവം നടത്തിക്കൊണ്ട് വന്നത്, എവിടെ നിന്നാണ് ദൈവം ഉയർത്തിക്കൊണ്ട് വന്നതെന്ന് പണ്ടത്തെ നിങ്ങളുടെ അപ്പന്മാർ അറിഞ്ഞാൽ പോരാ, നിങ്ങൾ അറിഞ്ഞാൽ പോരാ. നിങ്ങളുടെ മക്കൾ അതറിയണമെന്ന്, നിങ്ങളുടെ പിൻതലമുറകൾ അതറിയണമെന്നും ദൈവം ആഗ്രഹിച്ചു. കാരണം ഇതൊന്നും അറിയാൻ മേലാത്തൊരു തലമുറ ഇങ്ങോട്ട് വന്ന വലിയ വീടും കണ്ട് വലിയ സാവകാശവും എല്ലാം കണ്ടുവരുമ്പോൾ ഞങ്ങൾ പണ്ട് തൊട്ട് വലിയ കുടുംബക്കാരാണ്, വലിയ പൊങ്ങിയവരായിരുന്നു എന്ന് പറയാൻ ഇടയാകരുത്. തങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദൈവം ഇവിടെ എവിടെ നിന്നാണ് ഉയർത്തിക്കൊണ്ടുവന്നെന്നും മക്കളോട് പറയാൻ ലജ്ജിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. അവരേതോ പൊങ്ങിയിടത്തു ഒന്നാണെന്ന്. അതുകൊണ്ട് അഹങ്കാരികളും നിഗളികളുമായി ദൈവത്തോടും ബഹുമാനമില്ലാത്ത, ഇതേതാണ്ട് ഞങ്ങളുടെ വേണ്ട വലിയ കാര്യം കൊണ്ട് ലഭിച്ചതാണ്, ഞങ്ങളിങ്ങനെ കൂടിയ ആളുകളാണ് എന്ന് വീമ്പളക്കുന്ന കുറെ ക്രിസ്ത്യാനികൾ, കുറെ വിശ്വാസികൾ ഇന്നത്തെ ലോകത്തിൽ പെരുകിയതിന്റെ കാരണം ദൈവം നടത്തിയ വഴികളെ മക്കളോട് പറയാനും അവയെ ഓർപ്പിക്കാനും തയ്യാറാകാത്ത നിഗളികളായ കുറെ മാതാപിതാക്കളാണ്. നിങ്ങളുടെ കഷ്ടത്തിന്റെ ഒരു കാലമുണ്ടായിരുന്നു, എന്തിന് പറയാൻ ലജ്ജിക്കണം? അതല്ലേ ബഹുമാനം? നിങ്ങൾ ചില കാശൊക്കെ ഉണ്ടായി നാട്ടിൽ വന്ന് വലിയ ഗമയ്ക്ക് നടന്നാൽ നാട്ടുകാർക്ക് നിങ്ങളെ പൊങ്ങച്ചം കാണുമ്പോൾ അറിയാമല്ലോ ഇവൻ എങ്ങനെ ജീവിച്ചതെന്ന്. അവർ നാട്ടുകാർ തമ്മി പറയുമല്ലോ. നാട്ടുകാരെ കണ്ട മിണ്ടില്ല, നാട്ടുകാരോട് സഹകരിക്കില്ല. അതേസമയം താൻ എവിടെ നിന്ന് വന്നാണെന്ന് അറിയാവുന്നവൻ നാട്ടുകാരുമായി സഹകരിച്ച് എളിമയിൽ ജീവിച്ചാൽ ആരുടെയും മുൻപാകെ മാനമുണ്ടാവും. ദൈവവും അതേ അംഗീകരിക്കുകയുള്ളൂ. ഇന്ന് തങ്ങളുടെ താഴ്ചയിൽ ഉയർത്തിയ ദൈവത്തെക്കുറിച്ച് മക്കളോട് പറയാൻ തയ്യാറില്ലാത്ത മാതാപിതാക്കൾ, ദൈവഭക്തിയില്ലാത്ത, ദൈവ ബഹുമാനമില്ലാത്ത ഒരു തലമുറയെ വാർത്തെടുക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്, ആ കുടുംബത്തിന് തന്നെയാണ്, ആ അപ്പനും അമ്മയ്ക്കും തന്നെയാണ്. ദൈവത്തെ മറക്കരുത്, ദൈവം ഉയർത്തിയ വഴികളെ മറക്കരുത് എന്നോർക്കണം. ഇത് മാത്രമല്ല, ദൈവത്തിന്റെ വളരെ വ്യക്തമായ കൽപ്പനയാണ്. ഇവിടെ നോക്കൂ, ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു എന്നാണ് യേശുവിനെ സംബന്ധിച്ച് പറയുന്നത്. അതായത് നല്ല പോലെ ശിക്ഷണത്തിൽ വളർന്ന ആളായിരുന്നു യേശു. വെൽ ഡിസിപ്ലിൻഡ്. എബ്രായലേഖനം 5-8 വാക്യം പറഞ്ഞ, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങൾ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തന്നു. അനുസരണം പഠിച്ച് തികഞ്ഞവനായി നല്ല പോലെ ഡിസിപ്ലിൻ ചെയ്ത് കുട്ടികളെ വളർത്തണമെന്ന്